എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമുക്ക് ബേക്കറികളിലൊക്കെ കിട്ടുന്ന നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ബട്ടർ കേക്കിൻ്റെ റെസിപ്പി നോക്കാം. നമ്മൾ ഇതിന് മുൻപ് ഒരു സ്പോഞ്ച് കേക്ക് ഇട്ടിട്ടുണ്ട്, പക്ഷേ ആ ഒരു കേക്കിനെക്കാട്ടിലും ഒന്നുകൂടെ നല്ല സോഫ്റ്റും ടേസ്റ്റി ആയിട്ടുള്ള കേക്കാണ്. സാധാരണ നമ്മൾ കേക്ക് തയ്യാറാക്കുമ്പോൾ അത് പെർഫെക്റ്റ് ആയിട്ട് ചിലർക്ക് കിട്ടാറില്ല. അതിൻ്റെ മുകൾ ഭാഗമൊക്കെ വിണ്ട് കീറി പോകുന്നു, മുകൾ ഭാഗം വേവുന്നില്ല, അങ്ങനെ പല പല പരാതികൾ കമൻസിലൂടെ കിട്ടാറുണ്ട്. അപ്പോൾ അവർക്കൊക്കെ വേണ്ടിയിട്ട് ഉള്ളൊരു പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു റെസിപ്പിയാണ് ഞാൻ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് ഉണ്ടാക്കിയാൽ വളരെ പെർഫെക്റ്റ് ആയിട്ടുള്ള കേക്ക് നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റും. ഈ ഒരു കേക്ക് നമുക്ക് ഏത് ഫ്രോസ്റ്റിംഗ് ചെയ്യാൻ വേണ്ടിയിട്ടും എടുക്കാവുന്നതാണ്. അപ്പോൾ ഈ ഒരു കേക്ക് തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 2 കപ്പ് മൈദയാണ് എടുത്തിട്ടുള്ളത്. 1 കപ്പ് എന്ന് പറയുന്നത് 240 ml ആണ്. അപ്പോൾ 240ൻ്റെ 2 കപ്പ് എടുത്തിട്ടുണ്ട്. ഇനി ഇതിന് വേണ്ടിയിട്ട് റൂം ടെമ്പറേച്ചറിലുള്ള 250 ഗ്രാം വെണ്ണ എടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് മുട്ടയാണ്. 4 വലിയ മുട്ട എടുത്തിട്ടുണ്ട്. ഇതും റൂം ടെമ്പറേച്ചറിലുള്ളതാണ്. ഇനി നമ്മൾ ഈ ഒരു കേക്കിന് വേണ്ടിയിട്ടുള്ള പഞ്ചസാരയാണ്. അപ്പോൾ ഞാനിവിടെ ഒരു 1.5 കപ്പ് പൊടിച്ച പഞ്ചസാര എടുത്തിട്ടുണ്ട്. മധുരം നിങ്ങൾക്ക് വേണമെങ്കിൽ കൂട്ടിയും എടുക്കാവുന്നതാണ്. ഇനി നിങ്ങൾക്ക് എസൻസ് ചേർക്കാം. വാനില എസൻസോ പൈനാപ്പിൾ എസൻസോ ഏത് വേണമെങ്കിലും ചേർക്കാം. പിന്നെ വേണ്ടത് കുറച്ച് ബദാമാണ്. ഇനി വേണ്ടത് ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയാണ്. ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയും രണ്ടും രണ്ടാണ്. അപ്പോൾ ബേക്കിംഗ് പൗഡറിൽ ബേക്കിംഗ് സോഡ കൂടെ ഉണ്ട്. അപ്പോൾ അത് മാത്രം വെച്ചിട്ട് നമുക്ക് കേക്ക് തയ്യാറാക്കിയെടുക്കാം. ഇനി രണ്ടും കൂടി ഇട്ടിട്ടും കേക്ക് തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ സോഡ നമ്മൾ ഒരുപാട് ചേർക്കരുത്, അപ്പോഴാണ് കേക്ക് വിണ്ട് കീറി പോകുന്നത്. ആദ്യം തന്നെ നമുക്ക് ഡ്രൈ ആയിട്ടുള്ള സാധനങ്ങളൊക്കെ ഒരു പാത്രത്തിലിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ മൈദ ഇട്ട് കൊടുത്തു. ഇനി നമ്മുടെ ഈ ടേസ്റ്റ് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു നുള്ള ഉപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. അപ്പോഴാണ് കേക്കിന് ആ ഒരു പെർഫെക്റ്റ് ടേസ്റ്റ് കിട്ടുക. ഇനി നമ്മൾ ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മൾ ബേക്കിംഗ് പൗഡറാണ് കൂടുതൽ ചേർക്കുന്നത്. അപ്പോൾ ബേക്കിംഗ് പൗഡർ ഇപ്പോൾ ഒരു 1.5 ടീസ്പൂൺ ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ബേക്കിംഗ് സോഡ ചേർക്കുന്നില്ല എന്നുണ്ടെങ്കിൽ 2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ചേർക്കുക. അപ്പോൾ ഞാനിവിടെ കുറച്ച് ബേക്കിംഗ് സോഡ കൂടി ചേർക്കുന്നുണ്ട്, ഒരു 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ കൂടി. ബേക്കിംഗ് സോഡ കൂടിപ്പോരുത്, കൂടിപ്പോയാൽ കേക്കിനൊരു ചുവ വരും, തന്നെ അല്ലാതെ വിണ്ട് കീറി പോവുകയും ചെയ്യും. ഇനി ഇതൊരു വിസ്ക് വെച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. നിങ്ങൾക്ക് അരിപ്പ ഉണ്ടെങ്കിൽ അരിപ്പയിൽ അരിച്ചു കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇത് നന്നായിട്ട് എല്ലാ ഭാഗത്തേക്കും ഒരേപോലെ ആകുന്ന രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ബട്ടർ ഒന്ന് അടിച്ചെടുക്കണം. അപ്പോൾ അടിക്കുന്നത് മിക്സിയിലോ അല്ലെങ്കിൽ ഇതുപോലെ ഒരു ഹാൻഡ് ബ്ലെൻഡറിലോ അല്ലെങ്കിൽ കൈ വെച്ചിട്ടോ ചെയ്യാവുന്നതാണ്. അപ്പോൾ നല്ല സോഫ്റ്റ് ആവുന്ന വരെ ഹൈ സ്പീഡിലിട്ട് ഇതൊന്ന് അടിച്ചെടുക്കുക. ഇപ്പം നല്ല യെല്ലോ കളറിലാണ് ഈ ബട്ടർ ഉള്ളത്. നമ്മൾ കുറേ അടിച്ച് വരുമ്പോൾ ഇത് ഒരു ലൈറ്റ് യെല്ലോ കളറിലേക്ക് മാറും. അപ്പോൾ ഇതൊന്ന് അടിച്ച് വന്നു കഴിഞ്ഞാൽ ഇതിലേക്ക് നമ്മൾ പഞ്ചസാര പൊടിച്ചതാണ് ചേർത്ത് കൊടുക്കുന്നത്. അത് കുറേശ്ശെയായിട്ട് ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് അടിച്ചെടുക്കാം. അപ്പം ആദ്യം ചെറിയ സ്പീഡിലിട്ട് അടിക്കുക. ഇത് നന്നായിട്ട് പുറത്തേക്ക് തെറിക്കും, അപ്പോൾ സൂക്ഷിച്ച് ഇത് ചെയ്തെടുക്കുക. അപ്പോൾ പഞ്ചസാരയും ഈ വെണ്ണയും കൂടി നല്ല ക്രീം പരുവത്തിൽ നമുക്കിത് നന്നായിട്ട് അടിച്ചെടുക്കണം. അപ്പോൾ ഹൈ സ്പീഡിലിട്ട് തന്നെ ഇത് അടിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ കൈവച്ചിട്ടാണ് ചെയ്യുന്നതെങ്കിൽ കൂടുതൽ സമയം എടുത്തിട്ട് ഇത് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മുടെ പഞ്ചസാരയും ബട്ടറും കൂടി നന്നായിട്ട് ഒരു ക്രീം പരുവത്തിൽ ആയിട്ടുണ്ട്. ഇനിയാണ് നമ്മളിതിലേക്ക് മുട്ട ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ മുട്ട ഓരോന്നായിട്ട് ചേർത്തിട്ട് അടിച്ചെടുക്കാം. നമ്മൾ ഈ ചേർക്കുന്ന മുട്ടയും വെണ്ണയും എപ്പോഴും റൂം ടെമ്പറേച്ചറിലായിരിക്കണം. ഫ്രിഡ്ജിൽ നിന്ന് ഡയറക്റ്റ് എടുത്തിട്ട് ചെയ്യാൻ പാടില്ല, അപ്പോൾ കേക്ക് നന്നായിട്ട് വരില്ല. അപ്പോൾ ഓരോ മുട്ടയും ചേർത്ത് കൊടുത്തതിന് ശേഷം ഇത് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. ഇപ്പോൾ എല്ലാം നമ്മൾ ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് എസൻസ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ബദാം എസൻസാണ് ചേർക്കുന്നത്. അപ്പോൾ എൻ്റെ കയ്യിൽ വാനില എസൻസ് ഇല്ലാത്തത് കാരണമാണ് അത് ചേർത്ത്. എപ്പോഴും വാനില എസൻസ് വെച്ചിട്ടാണ് ഈ ഒരു കേക്ക് നല്ല ടേസ്റ്റ് കിട്ടുക. അപ്പോൾ ബദാം എസൻസ് ആണെങ്കിൽ 1-2 ഡ്രോപ്സ് ഒഴിച്ചു കൊടുക്കുക. പൈനാപ്പിൾ ആണെങ്കിൽ അങ്ങനെ ചെയ്യാം. വാനില എസൻസ് ആണെങ്കിൽ 1 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ കുറേശ്ശെ പൊടി ഇട്ടതിന് ശേഷം ഈ ഒരു ബ്ലെൻഡർ വെച്ചിട്ട് തന്നെയാണ് മിക്സ് ചെയ്യുന്നത്. അപ്പോൾ ഒരുപാട് സ്പീഡിലിട്ട് കറക്കരുത്, ആദ്യത്തെ സ്പീഡിലിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇത് നിങ്ങൾക്ക് കൈവച്ചിട്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ ഒന്നുകൂടെ നല്ലതാണ്, പക്ഷേ ബ്ലെൻഡർ വെച്ചിട്ട് ചെയ്താലും കുഴപ്പമൊന്നുമില്ല. ഇപ്പം നമ്മളൊന്ന് മിക്സാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ബാറ്റർ അപ്പോൾ ഇത്രയും തിക്നെസ്സിലാണ് ഇപ്പോൾ ഉള്ളത്, വെള്ളം പോലെ അല്ല. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിൽ അവസാനം 2 ടേബിൾ സ്പൂൺ റൂം ടെമ്പറേച്ചറിലുള്ള പാലും കൂടി ചേർത്ത് കൊടുക്കാവുന്നതാണ്. പക്ഷെ ഞാനത് ചേർത്ത് കൊടുക്കുന്നില്ല. നമ്മളിവിടെ കേക്ക് ടിന്ന് എല്ലാം ബട്ടർ പേപ്പർ ഇട്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇത് 24 സെൻറ്റിമീറ്ററിൻ്റെ ഒരു റൗണ്ടായിട്ടുള്ള അലൂമിനിയത്തിൻ്റെ കേക്ക് ടിന്നാണ്. അപ്പോൾ അതിലേക്ക് നമ്മൾ ഈ ഒരു തയ്യാറാക്കി വെച്ചിരിക്കുന്ന ബാറ്റർ ഇട്ട് കൊടുക്കുകയാണ്.
അപ്പോൾ അലൂമിനിയത്തിൻ്റെ കേക്ക് ടിന്ന് നമുക്ക് OTGയിലും അതുപോലെ തന്നെ കൺവെക്ഷൻ മോഡലും വെക്കാവുന്നതാണ്. മൈക്രോവേവിൽ അലൂമിനിയം യൂസ് ചെയ്യാൻ പാടില്ല. അപ്പം നമ്മൾ ബാറ്റർ ഇട്ട് കൊടുത്തൊന്ന് ലെവലാക്കി കൊടുത്തിട്ടുണ്ട്. ഇതിന് മുകളിലായിട്ട് നമ്മൾ കുറച്ച് ബദാമിൻ്റെ സ്ലൈസസ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് ഓപ്ഷണലാണ്, നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ചെയ്താലും മതി. അപ്പോൾ നമ്മുടെ കേക്ക് ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ പ്രീ ഹീറ്റായി കിടക്കുന്ന ഓവനിലേക്ക് നമ്മൾ ഈ ഒരു ടിന്ന് വെച്ച് കൊടുക്കുകയാണ്. 180 ഡിഗ്രിയിൽ 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്തിട്ടുള്ള ഓവനാണ്. അതിലേക്ക് ഇത് വെച്ച് കൊടുത്തതിന് ശേഷം ഞാനിവിടെ ഒരു 30 മിനിറ്റാണ് ഇത് ബേക്ക് ചെയ്തെടുക്കുന്നത്. കറക്റ്റ് 30 മിനിറ്റ് മതി എൻ്റെ അവനിൽ ഇത് ബേക്കായി കിട്ടാനായിട്ട്. അപ്പോൾ നിങ്ങളുടെ അവൻ്റെ ടെമ്പറേച്ചറും അതുപോലെ സെറ്റിങ്സും അനുസരിച്ചിട്ട് ടൈം കുറച്ചുകൂടെ വേരി ചെയ്യാം. അപ്പോൾ ഇത് നമ്മൾ ബേക്കാക്കി എടുത്തിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം ഈ ഒരു കേക്ക് വിണ്ടൊന്നും കീറാതെ നല്ല പെർഫെക്റ്റ് ആയിട്ട് ബേക്ക് ചെയ്ത് വന്നിട്ടുണ്ട്. അപ്പോൾ കേക്ക് വിണ്ട് കീറുന്ന മറ്റൊരു പ്രധാന കാരണം എന്ന് പറയുന്നത് നമ്മൾ എടുക്കുന്ന ടിന്നാണ്. അപ്പോൾ ടിന്ന് ഒരുപാട് ചെറുതാണെങ്കിൽ കേക്ക് വെടിച്ചു കീറാനുള്ള ചാൻസ് ഉണ്ട്. അപ്പം ആവശ്യത്തിന് വലുപ്പമുള്ള ടിന്ന് എടുക്കുക. അപ്പോൾ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ കേക്ക് വിണ്ട് കീറില്ല. അപ്പോൾ ഇത് നന്നായിട്ട് തണുത്തതിന് ശേഷം നമുക്കിത് കട്ട് ചെയ്ത് നോക്കാം. അപ്പോൾ നല്ല സോഫ്റ്റായിട്ടുള്ള പഞ്ഞി പോലത്തെ കേക്കാണ്. എല്ലാവരും ഈ ഒരു രീതിയിൽ കേക്ക് തയ്യാറാക്കി നോക്കുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കരുത്. പുതിയ റെസിപ്പി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്